കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. എങ്ങനെയാണ് കൊച്ചിയിലെ ആഘോഷങ്ങൾ വിപിൻ? ഹാപ്പി റിപ്പബ്ലിക് ഡേ. എല്ലാ ഒരുക്കങ്ങളും 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മധ്യ കേരളത്തിൽ കൊച്ചിയിലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ പരേഡ് ഗ്രൗണ്ടിലാണ് കൊച്ചിയിലെ പതാക ഉയർത്തുന്നത്. അത് 8:30 കൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. 8:30 കൂടി പരേഡിൽ ഉള്ള പ്ലോട്ടുകളുടെ എല്ലാ തന്നെ പ്ലാറ്റൂണുകൾ അണിനിരക്കും. അതിനുശേഷം 9 മണിയോടുകൂടി മന്ത്രി രാജീവ് ഈ പതാക ഉയർത്തുന്ന ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഈ പരേഡിനെ സല്യൂട്ട് സ്വീകരിക്കുകയും അതിനുശേഷം പിന്നീട് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കോട്ടയത്ത് മന്ത്രി വി.എൻ. വാസവനും, ആലപ്പുഴയിൽ സജി ചെറിയാനും, ഇടുക്കിയിലേക്ക് വന്നാൽ റോഷി അഗസ്റ്റിനും, ഒപ്പം തന്നെ തൃശ്ശൂരിൽ മന്ത്രി കെ രാജനും പതാക ഉയർത്തുകയും ഈ റിപ്പബ്ലിക് ഡേ ദിനത്തെ അഭിസംബോധന ചെയ്യുകയും സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പ്രധാനമായും സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ സജ്ജീകരണങ്ങളും പരേഡ് ഗ്രൗണ്ടിൽ തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കൊച്ചിയിലും ചടങ്ങുകൾക്ക് തുടക്കമാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ പത്മ പുരസ്കാരത്തിന്റെ നിറവിലാണ് കേരളം എന്ന് പറയാം. കൈനിറയെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു വർഷം കൂടിയാണ്. അതിൻ്റെ ഒരു സന്തോഷം എടുത്തു പറയേണ്ടതാണ്. മമ്മൂട്ടി, വെള്ളാപ്പള്ളി ഉൾപ്പെടെ, ദേവകിയമ്മ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്രാവശ്യത്തെ പത്മ പുരസ്കാരമുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇപ്രാവശ്യത്തെ ഈ റിപ്പബ്ലിക് ഡേ നമ്മൾ ഏറ്റവും സന്തോഷകരമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. പത്മ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.